ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പം ഞാൻ നല്ല ടേസ്റ്റുള്ള മെത്തി പൊറാട്ടയാണ് കാണിക്കുന്നത്. അപ്പം മെത്തി എന്ന് പറഞ്ഞാൽ ഉലുവയില. അപ്പോൾ ഉലുവയില ഉപയോഗിച്ചിട്ടുള്ള പൊറാട്ട, ഉലുവയില കൊണ്ടുള്ള കറി, ചപ്പാത്തി കറിയൊക്കെ ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു മെത്തി പൊറാട്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് യാത്രകളിലൊക്കെ കൊണ്ടുപോകാം. ഒരു 2-3 ദിവസം വെച്ചാലും ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, ഒട്ടും കേടുവരില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് നമ്മൾ ബജ്ജിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലമാവ്, ബേസൻ എന്ന് പറയും, അതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് അയമോദകമാണ്. അയമോദകം ഒരു 1/2 ടീസ്പൂൺ അയമോദകം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ചേർക്കുക. അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അയമോദകം എന്ന് പറഞ്ഞാൽ പൊറാട്ടയ്ക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന മെത്തി പൊറാട്ടയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. ഇതെനിക്ക് എപ്പോഴും നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഒരു 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആയാലും മതി, കൂടുതലാവരുത്. ഇതിലേക്ക് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ റിഫൈൻഡ് ഓയിലാണ് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി ഉലുവയിലയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉലുവയിലൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഉലുവയിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് 1 കപ്പ് ഉലുവയില, അത് ഇല മാത്രമേ പാടുള്ളൂ, അതിൻ്റെ തണ്ടൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇല മാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. വളരെ ചെറുതാച്ചാൽ അരിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. വലിയ ഇലയാണെങ്കിൽ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 കപ്പ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവയില ഇല്ല എങ്കിൽ, അതായത് ഫ്രഷായിട്ട് ഉലുവയില ഇല്ലെങ്കിൽ കസൂരി മേത്തി ഇല്ലേ, ഈ ഉലുവയില ഉണക്കി തന്നെയാണ് കസൂരി മേത്തി. അപ്പോൾ ഈ കസൂരി മേത്തി നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ളത് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്കാണ്ട് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ലൂസാവണ്ട. അപ്പോൾ 2 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആട്ടയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ 1-2 സ്പൂൺ വെള്ളത്തിൻ്റെയൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ വല്ലാതെ അങ്ങനെ ലൂസാവരുത്. സാധാരണ ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന പോലെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കട്ടിയിലല്ല പരത്തേണ്ടത്, കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പൊറാട്ടകൾ ഉണ്ടാക്കുകയാണ് എപ്പോഴും ഇത് നല്ലത്, ടേസ്റ്റ് ഉണ്ടാവുക, ഉണ്ടാക്കാനും എളുപ്പം അതാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ആട്ടപ്പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ യാത്രകളിലൊക്കെ കൈ പിടിക്കുകയാണെങ്കിൽ എപ്പോഴും കനം കുറച്ചതായിരിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ 2 ദിവസം കഴിഞ്ഞാലും. പരത്തിയതിന് ശേഷം കുറച്ച് എണ്ണ ഇതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തുക. പക്ഷേ എണ്ണ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യണമെന്നില്ലെങ്കിൽ നിർബന്ധമില്ല കേട്ടോ, വേണമെന്നില്ല, അല്ലാതെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഞാനൊരു 3-4 ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ദോശക്കല്ലിൻ്റെ മീതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവട മീതെ ഏത് പാനിലോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോഴാണ് ഇതിന് ആ ഒരു ടേസ്റ്റ്. നിങ്ങൾക്ക് എണ്ണ കുറച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് 2 സൈഡിലും കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട ഉടനെ ഇത് എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ ഇത് പൊള്ളച്ച് വരും. അപ്പോൾ ഇത് പൊള്ളച്ച് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ആദ്യം തന്നെ 2 സൈഡിലും എണ്ണ സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സൈഡിലും തിരിച്ചു മറിച്ചിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് അത് ചുട്ടെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക.
അത് ഫ്ലെയിം കൂട്ടിയും കുറച്ചും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ റെഡിയായി. ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കുക. ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ വരുമ്പോഴേക്കും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മളുടെ നാടൻ അവിയൽ അല്ലെങ്കിൽ കാളൻ അതും അല്ലെങ്കിൽ അച്ചാർ വെറും കുറച്ച് തൈര് ഒക്കെ ഉണ്ടായാൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറി ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ആളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.